വെറുതെ ഒരു ദിവസം വീട്ടിൽ ബോറടിച്ചിരുന്നപ്പം ജസ്റ്റ് യൂട്യൂബ് എടുത്ത് 5 മിനിറ്റ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അവരോരോ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ അത് ഉപകാരപ്രദമാണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ ഉപകാരപ്രദമല്ലെന്നും പറയാം. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, നമുക്കും എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്താലോ എന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ സ്വന്തം ഐഡിയയ്ക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യണം. വെളിയിൽ നിന്നും മേടിക്കാതെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയത്. അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നു. റൂമെന്ന് എൻ്റെ റൂമല്ല, സ്റ്റോർ റൂം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധനം ഉണ്ടാക്കാനുള്ള, എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി കാണിക്കാനുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് ഞാനവിടെ കിടന്നൊരു കുപ്പി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയെടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു ഗ്രീൻ ബാസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമ്മുടെ സാധനങ്ങളെല്ലാം ഇട്ട് വെക്കാം. എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതെല്ലാം മാറി നമുക്ക് അതിനകത്ത് ഇട്ടുകൊണ്ട് പോകാം. അപ്പം ഞാനൊരു കുപ്പി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പണ്ട് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്രാഫ്റ്റിന് വേണ്ടി മേടിച്ച സാധനമാണെന്നുണ്ട് ഈ റോസ് പൂ പോലുള്ളത്. അത് നമുക്ക് അവിടെ വെച്ചിട്ട് അതിനുശേഷം നമുക്കൊരു സ്ട്രോ എടുക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ. അവിടെ ഒരു പഴം ഇരിപ്പുണ്ട്, അത് ഞാൻ എപ്പോഴോ കൊണ്ടുവച്ച പഴമാണ്. പിന്നെ നമുക്കൊരു കത്തി എടുക്കാം. കത്തി തുരുമ്പ് പിടിച്ച കത്തിയാണ്. പശയും എടുക്കാം. അതിനുശേഷം ഒരു പെപ്സിയുടെ ക്യാൻ, അല്ല സ്പ്രൈറ്റിൻ്റെ ക്യാനുണ്ട്, അതും എടുത്തേക്കാം. എന്തെങ്കിലും ക്രാഫ്റ്റിന് ആവശ്യമായിട്ട് വന്നാലോ. ഒരു ഗ്ലാസും കൂടെ എടുത്തേക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ തപ്പിക്കാൻ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുവരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. ജസ്റ്റ് കിട്ടുന്ന ഇച്ചിരി കാണുമ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അളവ് നോക്കാൻ വേണ്ടി സ്കെയില് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. സ്കെയില് സത്യം പറഞ്ഞാൽ അവിടെ ചുമ്മാ കിടന്നതാണ്. ഇതൊന്നും പ്രിപ്പയർ ചെയ്തെടുക്കുന്ന വീഡിയോ അല്ല, അവിടെ കിടന്ന സാധനങ്ങൾ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ നമുക്കിത് വെളിയിലോട്ടൊന്ന് കൊണ്ടുപോകാം. എന്നൊക്കെ അവിടെ വെച്ചിട്ട് ഈ അലമാരിയുടെ മുകളിലാണെങ്കിൽ ഒരു പെപ്സിയുടെ ക്യാൻ കിടപ്പുണ്ട്. ആ ക്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഞാൻ കുടിച്ചിട്ട് എന്തോ സംഭവം ചെയ്തിട്ട് അവിടെ ഇട്ടതാണ്. വെളിയിലൊന്ന് തിരഞ്ഞപ്പം വെളിയിൽ നിന്നും എനിക്കൊരു സ്പ്രൈറ്റിൻ്റെ ക്യാൻ കിട്ടി ഗൈസ്. അങ്ങനെ നമുക്ക് ടോട്ടലായിട്ട് 3 ക്യാനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാൻ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഇത്ര ഐറ്റം കിട്ടിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് ഈ ക്യാൻ വെച്ചാണ് നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കത് വെച്ച് എന്തോ ചെയ്യണം. അപ്പം നമ്മൾ വലിയ രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞാൻ മുറ്റത്ത് വെയിലത്ത് പോയി നിന്ന് ചിന്തിച്ചു, മരങ്ങൾക്കിടയിൽ നിന്ന് ചിന്തിച്ചു, തെങ്ങിൽ പിടിച്ചോണ്ട് നിന്ന് ചിന്തിച്ചു, വീടിൻ്റെ പുറകിൽ പോയി നിന്ന് ചിന്തിച്ചു, വീടിൻ്റെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് ചിന്തിച്ചു, കിടന്നുകൊണ്ട് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് ഞാൻ ക്ഷീണിച്ച് ഒരു പഴവും കടിച്ചുകൊണ്ടിരുന്ന് ചിന്തിച്ചു. അപ്പോഴാണ് പുറകിൽ നിന്ന് ആ വിളി വന്നത്. എടാ മോനെ, എന്തുവാ? കടയിൽ പോവാൻ ഒരു ഓട്ടോ വിളിക്കടാ. ആ വിളിക്കാം. ഓട്ടോ വിളിക്കണം അല്ലേ? ഓട്ടോ. ആ ഐഡിയ കിട്ടി. പൊളി. ഗൈസ്, നമ്മൾ അതിതീവ്രമായി ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് ഓട്ടോ ഉണ്ടാക്കാന്ന്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ 3 ക്യാനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലെ ഏറ്റവും ചെറിയ ഭാഗം, ചെറിയ ക്യാനിൻ്റെ പോർഷനാണിത്. അപ്പം ആ പോർഷൻ നമുക്ക് ഓട്ടോയുടെ ചേസായിട്ട് എടുക്കാം. അപ്പം ഞാനതൊരു ഏകദേശം ഊഹത്തിൽ അളവെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ ചേസിൽ നിന്നാണ് തുടങ്ങുന്നത്. 3 ടയറും ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബോഡി കയറ്റാനാണ് എൻ്റെ പ്ലാനിങ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ പോർഷൻ്റെ സൈഡ് നമുക്ക് കണ്ടിച്ച് കളഞ്ഞിട്ട് ഇത് നമുക്ക് ഓട്ടോയുടെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ത്രികോണാകൃതി ഉണ്ടല്ലോ, അത് നമുക്ക്
ഫ്രണ്ടിലായിട്ട് എടുക്കുക. അത് ഓട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഫ്രണ്ടിൽ ഒരു വീലിന് വേണ്ടിയുള്ളൊരു പോർഷനാണ് അപ്പം ഞാൻ ഈ കട്ട് ചെയ്തെടുത്തത്. അപ്പം നമുക്കൊരു വയർ ആവശ്യമായിട്ട് വരും. അപ്പം ഞാനവിടെ ഒരു സൂക്ഷിച്ച് വെച്ചൊരു വയർ എടുത്തിട്ടുണ്ട്. ഈ വയറിനകത്തെ ഉള്ള കമ്പി ഉണ്ടല്ലോ, ചെമ്പ് കമ്പി അല്ലെ കോപ്പർ എന്ന് പറയും. അപ്പോൾ ചെമ്പ് കമ്പിയാണ് ഇത്, നല്ല കട്ടിയുള്ള ചെമ്പ് കമ്പിയാണ്. അപ്പോൾ നമുക്ക് അതെടുക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അതെടുത്തിട്ട് ഏകദേശം ഇതേപോലെ ഞാൻ സൈസായിട്ട് കട്ട് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ ഓട്ടോറിക്ഷ ഉണ്ടാക്കാനെടുത്ത ചെയ്സ് ഉണ്ടല്ലോ, ആ ചെയ്സിൻ്റെ ഭാഗം എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്രണ്ടിലത്തെ ടയർ ഫിറ്റ് ചെയ്യണം. ഫ്രണ്ടിലത്തെ ടയർ ഫിറ്റ് ചെയ്യാനായിട്ട് ടയർ കയറത്തക്ക രീതിയിൽ ഒരു അവിടെ ആയിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് ടയർ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്ന രീതിയിൽ, ഒത്തിരി കയറി പോകരുത്, അപ്പം കയറി നിൽക്കുന്ന രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും കറക്റ്റ് അളവെടുത്തിട്ട് ടയറിൻ്റെ അളവിനനുസരിച്ച് ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ചെമ്പ് കമ്പി എന്തിനു ഉപയോഗിക്കുന്നത് പറഞ്ഞുതരാം. ഞാൻ ഈ ഒരു ഇത് ഉണ്ടാക്കുന്നത് ചെമ്പ് കമ്പി ഉപയോഗിച്ചാണ്. ചെമ്പ് കമ്പിയും ഈ ഒരു ക്യാനിൻ്റെ പോർഷൻ ഉപയോഗിച്ച് മാത്രമാണ്, നമ്മൾ പശയും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ക്യാനും ചെമ്പ് കമ്പിയും പിന്നെ ടയർ മാത്രമേ വരുന്നുള്ളൂ ഇതിനകത്ത്. അപ്പം നമുക്ക് ഫ്രണ്ടിലത്തെ ആ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ടയർ ഫിറ്റ് ചെയ്യണം. ടയർ ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടയർ ഉള്ളിലേക്ക് ഒത്തിരിയും കയറി പോരുന്ന, ഉള്ളിലേക്ക് ഒത്തിരി വെളിയിലോട്ട് ഇറങ്ങി നിൽക്കില്ല. മറ്റൊരു സെൻറ്റർ പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ കയറി നിൽക്കുന്ന രീതി വേണം നിൽക്കാൻ. അപ്പം ടയർ ഫിറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ഇവിടെ ഒരു ഹോളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമ്മൾ ചെമ്പ് കമ്പി ഇട്ട് സെറ്റാക്കാനാണ് എൻ്റെ പ്ലാനിങ്. അപ്പം ഇതേ ഒരു റീഫില്ലറിനകത്തിൽ സൈസിന് കട്ട് ചെയ്ത റീഫില്ലർ എടുത്തിട്ട് അതിൽ ഇതേപോലെ ടയർ കയറ്റിയിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യണം. അപ്പം ചെമ്പ് കമ്പി എങ്ങനെ അതിലേക്ക് ഘടിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പിന്നിൻ്റെ കൂട്ടിങ്ങനെ പോലെ വളച്ചിട്ട് ഞാൻ കുറേ ഇങ്ങനെ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 5-6 ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ എടുക്കുക, നമ്മുടെ ടയർ ഇതിനകത്ത് കയറ്റുക, ഫ്രണ്ടിലോട്ട് വെക്കുക. എന്നിട്ട് ഈ ചെമ്പ് കമ്പി ഉണ്ടല്ലോ, ഈ പോലുള്ള ചെമ്പ് കമ്പി, അപ്പോൾ നമ്മൾ 2 ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ 2 ഹോളിനകത്തൂടെ ഇങ്ങനെ കുത്തി ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് അടിയിലോട്ടപ്പോൾ അതിൻ്റെ എൻഡ് പോർഷൻ വരും. അത് താഴെ കൊണ്ടുപോയിട്ട് ബെൻഡ് ചെയ്ത് വളച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടിരിക്കും. കട്ടിയായിട്ടെന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ ടോട്ടലായിട്ട് 2, 4, 6, 8 ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പം 2 ഹോൾ അടുത്തടുത്തായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഫിറ്റ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് എൻ്റെ ഒരു ഐഡിയയ്ക്കാണ് ഞാൻ ചെയ്തത്. നിങ്ങളുടെ ഐഡിയയ്ക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഈ ഫ്രണ്ട് ടയർ ഫിറ്റ് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ഒരു ബുദ്ധിയിൽ ഉദിച്ചത്. ഇതേപോലെ എല്ലാ പോർഷനും നമ്മൾ ഇതുപോലെ ചെമ്പ് കമ്പി കയറ്റി ബെൻഡ് ചെയ്ത് അത് നന്നായി സ്ട്രോങ് ആയിട്ട് വെക്കണം. എന്നാലേ നമ്മുടെ ടയർ അതിൽ നിന്ന് കറങ്ങത്തുള്ളൂ, മാത്രമല്ല അതിൽ നിന്ന് ഊരി വരാതെ ഇരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ എല്ലാ സൈഡും ഇതുപോലെ ചെമ്പ് കമ്പി ഇട്ടിട്ട് നമ്മളിങ്ങനെ മുറുക്കി മാക്സിമം നമ്മുടെ രീതിയിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് എന്താവും എങ്ങനെ ആവുന്നൊന്നും അറിയത്തില്ല. സക്സസ് ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ സംഭവം എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ റീഫില്ലറൊക്കെ സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ ഒരു ചെമ്പ് കമ്പി കയറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങുന്ന സമയത്ത് ചെമ്പ് കമ്പി അല്ല, റീഫില്ലർ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെമ്പ് കമ്പി കയറ്റുന്നുണ്ട്. അതെന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ചെമ്പ് കമ്പിയുടെ ഉള്ളിലേക്ക് അത് ഊരിപ്പോകാത്ത രീതിയിൽ ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആദ്യത്തെ രീതി ചെയ്യുവാണെങ്കിൽ നമ്മുടെ റീഫില്ലർ ഒരു സൈഡിലേക്ക് ഊരിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം വരത്തില്ല. നമുക്ക് ആദ്യം കിട്ടിയ കുപ്പിക്കകത്തുനിന്ന് ആ കുപ്പിയുടെ അടപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു കുപ്പിക്കകത്തുനിന്ന് നമുക്കൊരു അടപ്പെടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടയർ ഫിറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ബാക്ക് ടയർ ടയർ നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യുന്ന ഭാഗമൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ടയർ നിൽക്കാൻ വേണ്ടി ടയർ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ ടയർ ഇങ്ങനെ ഉള്ളിലേക്ക് നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയർ കറങ്ങാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഹോൾ അവിടെ ഇട്ടിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ടിലത്തെ വീല് സംഭവം സെറ്റാക്കിയില്ല, അതേപോലെ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ ഫ്രണ്ടിലത്തെ വീല് സെറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്കിലത്തെ സംഭവം നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ ഫ്രണ്ടിലത്തെ സംഭവം സെറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ബാക്കിലത്തെ വീല് ശരിയാക്കാനുള്ള സംഭവങ്ങൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടില്ല, താഴെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ചിട്ട് മുകളിൽ കൂടെ ഇങ്ങനെ കയറ്റിയിട്ട് താഴെ കൊണ്ടുവന്നിട്ട് ബെൻഡ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഫ്രണ്ടിലും ബാക്കിലത്തെ നമ്മുടെ വീലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റാവും. അപ്പോൾ ബാക്കിലത്തെ വീല് കറങ്ങാനുള്ള ആക്സിലാണ് ഈ സംഭവം. ഈ ലീഫ് ഫില്ലർ മഷിയുള്ള ലീഫ് ഫില്ലറാണ്. എൻ്റെ കയ്യിൽ മഷിയുള്ളതേ ഉള്ളായിരുന്നു. അപ്പം ഞാനിപ്പം മഷിയുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ കയ്യിലൊക്കെ മഷിയാവും. എന്നിട്ട് നമ്മൾ ഈ ടയർ ഉണ്ടല്ലോ, ബാക്കിലത്തെ ടയറായിട്ടിരിക്കുന്ന അടപ്പിന് ഹോൾ ഇട്ടിട്ടുണ്ട്. നല്ല ലീഫ് ഫില്ലർ നമുക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫ് ഫില്ലറിനകത്തിൽ ടയർ ശരിക്കും ഇരിക്കുമോ എന്ന് നോക്കണം. അപ്പം ഞാൻ ഹോള് കറക്റ്റായിട്ടാണ് ഇട്ടത്. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറ്റി ബാക്കിൽ ടയർ ഫിറ്റ് ആവുന്ന രീതിയിൽ നമ്മളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുവാണ്. ബാക്ക് ടയർ കറങ്ങുന്നുണ്ടോ, ഫ്രണ്ട് ടയർ ഓക്കെയാണ്, പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് ടയർ എങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. പിന്നെ ഞാനാണ് ലീഫ് ഫില്ലറിൻ്റെ അറ്റത്തായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ സെറ്റിപ്പിന് ചൂടാക്കിയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയർ ഓടുന്ന സമയത്ത് ഊരിപ്പോവാതിരിക്കാനാണ്. ഈ ഒരു ഹോളിനകത്തൂടെ ഒരു ചെമ്പ് കമ്പി ഒരു നീളത്തിൽ വളച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ടയർ ഊരിപ്പോകത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് എനിക്കങ്ങനെ തോന്നിയത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയയിലാണ് ചെയ്യുന്നത്. ഞാൻ വെളിയിൽ നിന്നൊന്നും അടിച്ചു മാറ്റിയിട്ടില്ല. എൻ്റെ സ്വന്തം എൻ്റെ തലച്ചോറിൽ തോന്നുന്ന എന്ത് ഐഡിയയാണോ അത് നേരെ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ആലോചിച്ചാണ് ഓരോ ഐഡിയയിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ നമുക്ക് ഫോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും എളുപ്പമായിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും. ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കണം അവരൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന്. ഇപ്പോൾ ഗൈസ് പറഞ്ഞതുപോലെ ഞാൻ ടയർ ഊരി വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ രണ്ട് എൻഡിലും ലീഫിൻ്റെ രണ്ട് എൻഡിലും ഹോൾ ഇട്ടിട്ട് ഇതേപോലെ ടയർ ഊരി വരാത്ത രീതിയിൽ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കണം രണ്ട് സൈഡിലും. നമ്മളിപ്പോൾ ചേസിൽ രണ്ട് സൈഡിലും നമ്മൾ ടയർ കയറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എങ്ങനെയാണ് കമ്പി ഇപ്പോൾ കയറ്റിയെന്ന് കാണിച്ചു തരാം. അതേ നമ്മൾ ലീഫിൻ്റെ രണ്ട് അറ്റത്തും ഇതുപോലെ ഹോൾ ഇട്ടിട്ടുണ്ട്. അതുവഴി നമ്മുടെ ചെമ്പ് കമ്പി കയറ്റിയിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കുന്ന രീതിയിൽ ഇങ്ങനെ വളച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഗൈസ് നമുക്ക് വണ്ടിയുടെ സൈഡ് പോർഷൻ ബോഡി നമുക്കിനി സെറ്റാക്കാം. അതിനായിട്ട് ഞാൻ ഒരു വലിയ ക്യാനിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ടയറിൻ്റെ പോർഷന് കറക്റ്റ് അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനെല്ലാം പെട്ടെന്ന് ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോകാം, നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി. ഇതേ ആകൃതിയിൽ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് പോർഷൻ വേണം, അപ്പുറത്തും വേണം ഇപ്പുറത്തും വേണം. അപ്പം ഞാൻ രണ്ട് പോർഷനുമായിട്ടുള്ള സംഭവം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ അത് ഫിറ്റ് ചെയ്ത് വെക്കണം. അത് പിന്നെ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഒരു ഐഡിയക്കാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഫിറ്റ് ചെയ്യാനായിട്ട് പശയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ ഐഡിയക്ക് കമ്പിയൻ ഉപയോഗിച്ചാണ് എല്ലാം ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ ഐഡിയയിൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഐഡിയയിൽ സെറ്റ് ആക്കുവാണ്. അപ്പം ഞാൻ രണ്ട് സൈഡിലും ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ച് കിട്ടിയൊരു ഐഡിയ ആണ്. അപ്പം ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ രണ്ട് ബോഡിയിൽ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഹോളിൽ കൂടെ ഒരു നമ്മുടെ ക്യാന് നീളത്തിൽ കീറി ഇതുപോലെ ഇങ്ങനെ കയറ്റി വെക്കും. എന്നിട്ട് ഞാൻ ആ സെക്കൻഡ് പോർഷൻ ഉണ്ടല്ലോ അതും ഇതേപോലെ ഇപ്പുറത്തെ എൻഡിൽ അറ്റാച്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇത് നേരെ നമ്മുടെ ചേസിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നടുക്കൂടെ പോയേക്കുന്ന ആ ഒരു കമ്പിയല്ല ക്യാനിൻ്റെ ഭാഗം ആ ചേസിലോട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നന്നായിട്ട് അവിടെ പറ്റി പിടിച്ചിരുന്നോളും. അപ്പോൾ ബോഡി ഇളകി വരുന്നുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും വരത്തില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം. ഇതേപോലെയാണ് ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ നടുക്കൂടെ പോയേക്കുന്ന രണ്ട് കമ്പ് പോലെ സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ക്യാൻ മടക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ചേസിൽ ഫിറ്റ് ചെയ്തിട്ട് ആ നടുക്കൂടെ പോയേക്കുന്ന ആ ഒരു കമ്പി പോലുള്ള ഭാഗം ഉണ്ടല്ലോ അത് ചേസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അവിടെ നല്ല അടിപൊളിയായിട്ട് ഫിറ്റ് ആയിട്ടിരുന്നോളും. അപ്പം അത് ഫിറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഐഡിയ തോന്നിയ ഒരു ഐഡിയയാണ്. ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് ആ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ടെക്നിക്ക് തന്നെ നമ്മുടെ കമ്പി വളച്ച് ആ രണ്ട് കമ്പ് പോലുള്ള ഭാഗവും ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിന് ഫ്രണ്ടിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡിയും കാര്യങ്ങളും എല്ലാം അവിടെ ഫിറ്റ് ആയിട്ടിരുന്നോളും. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം വർക്കാവുമെന്ന്. അതിനായിട്ട് ഞാൻ ഇച്ചിരി കൂടെ വലിയ ചെമ്പ് കമ്പിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ അതുപോലെ ഇങ്ങനെ ബോഡി അവിടെ ഇങ്ങനെ വെക്കുക. ബോഡി ഇങ്ങനെ വെച്ചിട്ട് ആ രണ്ട് ഹോൾ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ ആ ഹോള് തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ കമ്പി വെച്ച് മുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡി അവിടെ അനങ്ങാതിരുന്നോളും. അപ്പോൾ ഇതേപോലെയാണ് ഗൈസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ ഒരു ഐഡിയക്കാണ് ഈ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴേ പറയാതെ ഞാൻ നേരത്തെ സംഭവങ്ങളൊന്നും കണക്കൂട്ടിയിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഇപ്പോൾ തോന്നുന്ന കാര്യം അതുപോലെ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ സ്വന്തം ഐഡിയയിൽ നമ്മളിപ്പോൾ ബോഡി വരെ സെറ്റ് ആക്കിയിട്ടുണ്ട്.
ഇനി നമുക്ക് ആ ബോഡിക്ക് അകത്തൊരു സീറ്റ് വേണം. അപ്പോൾ ഞാൻ ഈ ഒരു കട്ട് ചെയ്തൊരു പോർഷന് സീറ്റായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വളച്ച് വെച്ച് സീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉള്ളിൽ ഫിറ്റ് ചെയ്യണം. ഉള്ളിൽ ഫിറ്റ് ചെയ്ത് ഒട്ടിച്ചൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്കത് എക്സിസ്റ്റായിട്ട് അവിടെ നിൽക്കുന്ന നടുക്കൂടെ ഒരു കമ്പി വന്നിട്ടുണ്ട്. ആ കമ്പിക്കകത്തിൽ ഈ സീറ്റിൽ കൂടെ ഒരു ഹോൾ ഇട്ടിട്ട് അത് നമുക്കവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ അതിനാണ് അത്രയും വലിയ ചെമ്പ് കമ്പി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത്. ഒത്തിരി എക്സിസ്റ്റായിട്ട് ഭാഗം വരുമ്പോൾ നമുക്ക് വേറെ ബാക്ക് ബോഡി അങ്ങനെ എല്ലാം ഫിറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ കിട്ടും. അപ്പം ഞാനിത് സീറ്റ് എങ്ങനെ ഫിറ്റ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാൻ സീറ്റ് ഇതേപോലെ ഫിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മുകളിലത്തെ ഭാഗവും കൂടെ ഞാൻ ഫിറ്റ് ചെയ്തൊരു കമ്പി വെച്ച് ആ 2 ഭാഗം കൂടെ ജോയിൻ ചെയ്ത് ബെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്ക് ബോഡിയും കാര്യങ്ങളുമാണ് വെക്കേണ്ടത്. ബാക്ക് ബോഡി ഉണ്ട്, ഇനി ഫ്രണ്ട് ബോഡിയും കൂടെ നമുക്ക് സെറ്റാക്കാനുണ്ട്. ബാക്ക് ബോഡി നമുക്ക് എങ്ങനെ സെറ്റാക്കാമെന്ന് നോക്കാം. ഗൈസ് അപ്പോൾ നമുക്ക് അവശേഷിക്കുന്നത് ഒരു ക്യാനിൻ്റെ പ്ലേറ്റ് കൂടെ ഉള്ളൂ. അത് ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയുടെ ടോപ്പും പിന്നെ ഫ്രണ്ട് ഭാഗവും നമ്മുടെ ബാക്ക് ഭാഗവും സെറ്റാക്കാനാണ് എൻ്റെ പ്ലാനിങ്. ആദ്യം ഞാൻ ബാക്ക് ഭാഗമാണ് എടുക്കുന്നത്. ബാക്കിൻ്റെ ഭാഗം ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് കുറച്ച് ഹോളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേസുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ ബാക്കാണ്, പിന്നെ ടോപ്പ്, പിന്നെ ഫ്രണ്ട്, അങ്ങനെ സെറ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാനിങ്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം. ഇപ്പം ഞാൻ ബാക്ക് ഭാഗം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് ഭാഗത്തിൻ്റെ ടോപ്പ് നമ്മുടെ ടോപ്പ് ഭാഗമായിട്ട് കണക്ട് ചെയ്ത് താഴെ അടിഭാഗത്തൂടെ ചെമ്പ് കമ്പി വെച്ച് മുറുക്കി വെച്ചേക്കുവാണ്. അപ്പം ബാക്ക് ഭാഗത്തിന് വലിയ ഇളകി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം ഞാൻ ഫ്രണ്ട് ഭാഗം ഇതിൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചെറിയൊരു ചതുരത്തിലുള്ളൊരു ക്യാനിൻ്റെ ഭാഗം എടുത്തിട്ട് ഫ്രണ്ട് ഭാഗം ശരിയാക്കാൻ പോവുകയാണ്. എൻ്റെ ഇടയിൽ ഫ്രണ്ട് ഭാഗം ഞാൻ ഇതേപോലെ ടയർ ഇരിക്കുന്ന രീതിയിൽ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടയർ ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് സൈഡ് രണ്ടും ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു വളവിന് വേണ്ടി. ഓട്ടോ കാണുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ ആണെങ്കിൽ ഫ്രണ്ടിലാണ് നമുക്ക് ഗ്ലാസ്, ഓട്ടയുടെ ഗ്ലാസ് ഉണ്ടല്ലോ, അത് തോന്നിക്കാൻ വേണ്ടി ചതുരത്തിലൊന്ന് നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഗൈസ് ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത് ഫ്രണ്ട് ഭാഗം. അപ്പം ഞാൻ ഇത് ഓട്ടയോട് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ വളരെയധികം ആലോചിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. അപ്പം ഞാൻ അറ്റാച്ച് ചെയ്ത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയാണ്. ഓട്ടയുടെ ചേസിൽ നിന്നൊരു ഹോൾ ഇട്ടിട്ട് ഇതേപോലെ, എന്നിട്ട് ഫ്രണ്ട് പോർഷനും ഒരു ഹോൾ ഇട്ടിട്ട് അത് രണ്ടും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടിരുന്നോളും. പിന്നെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിലൊരു ഈ ക്യാനിൻ്റെ ഒരു പിന്ന് പോലിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതും കൊടുത്തൊരു ഓട്ടോയുടെ ലുക്ക് കിട്ടാൻ വേണ്ടി. ഇനി നമ്മൾ ശരിയാക്കാൻ പോകുന്നത് ടോപ്പും ഡ്രൈവർ സീറ്റുമാണ്. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുവാണ്. അപ്പം ഞാൻ അത് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നില്ല. അതിന് പകരം എല്ലാം പൂർത്തീകരിച്ചിട്ടുള്ള വീഡിയോ കാണിക്കാം. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. ജസ്റ്റ് ഒരു എൻ്റർടൈനിങ്ങിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ നമ്മുടെ സാധനം എന്താ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. നല്ലൊരു വർക്കിംഗ് ആണ്, ഓടുന്ന കണ്ടീഷനിലൊക്കെയാണ്. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ സംഭവങ്ങളെല്ലാം ചെയ്ത് വെച്ചോണ്ട് ഇവിടെയൊക്കെ കണ്ടോ, നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചോണ്ട് ഇത് ഇളകി അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. ഇപ്പോഴും വർക്കിംഗ് ഒക്കെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് അപ്പം കിട്ടിയ എന്തുവാന്ന് വെച്ചാൽ അപ്പോഴത്തെ ഐഡിയ വെച്ചാണ് ചെയ്ത സംഭവമാണിത്. അപ്പം നിങ്ങൾക്ക് ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് ഇതിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ലഭിക്കും. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.